Okay, please wait just a second. Okay. Okay, listen here. In our last class, we are discussing about plants, അല്ലേ? Plantsനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അതായത് some plants gives us fruits, some plants gives us vegetables, and some plants gives us cereals, and some plants gives us medicine, അല്ലേ? നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന പ്ലാന്റ്സ് ഉണ്ട്, മെഡിസിൻസ് തരുന്ന പ്ലാന്റ്സ് ഉണ്ട്, ആൻഡ് വെജിറ്റബിൾസ് തരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഏതാണ് നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ഒരു പ്ലാന്റിന്റെ പേരാരാ പറയാ? ഭവിക ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഭവിക അൺമ്യൂട്ട് ചെയ്തേ. ഭവിക, can you hear me ഭവിക? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. You can't? Okay, then സമജ്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സമജ്ന സമജ്ന അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ മോളെ? I think some problem is there. ഇവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് മോളെ, അതുകൊണ്ടാണ് പറ്റാത്തത്. ഓക്കെ ഭവിക, സോറി ഫോർ ദാറ്റ്. നമ്മുടെ ലാപ്ടോപ്പിന് എന്തോ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് പറ്റാത്തത്. ഓക്കെ ഐ എം സോറി ഫോർ ദാറ്റ്. നമ്മുടെ ലാപ്ടോപ്പിന് എന്തോ ചെറിയൊരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് പറ്റാത്തത്. സോറി. ആൻഡ് നമുക്ക് പറയാം സം പ്ലാന്റ്സ് ഗിവ്സ് us ഫ്രൂട്ട്സ് അല്ലേ? നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? അതായത് മാംഗോ ട്രീ, ആപ്പിൾ ട്രീ, ഇതൊക്കെ എന്താണ്? നമുക്ക് ഫ്രൂട്ട്സ് ആണ് തരിക അല്ലേ? അല്ലാതെ വെജിറ്റബിൾസ് അല്ലല്ലോ അതൊന്നും, അതൊക്കെ ഫ്രൂട്ട്സ് ആണ് അല്ലേ? അപ്പോ നമ്മൾ പറയും സം പ്ലാന്റ്സ് അല്ലേ? ചില പ്ലാന്റ്സ് നമുക്ക് ഫ്രൂട്ട്സ് തരാറുണ്ടല്ലേ? സം പ്ലാന്റ്സ് ഗിവ്സ് us വെജിറ്റബിൾസ് അല്ലേ? കുറെ വെജിറ്റബിൾസ് തരുന്ന പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, സെറൽസ്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമ്മള് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ആനിമൽസ് അല്ലേ? എവരിബഡി ലൈക്ക് ആനിമൽസ് അല്ലേ? ആനിമൽസിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ആനിമൽസിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോ എന്തുണ്ട്? സ്മോൾ ആനിമൽസ് ആർ there and big animals. വലിയ ആനിമൽസും ഉണ്ട്, ചെറിയ ആനിമൽസും ഉണ്ട് അല്ലേ? സ്മോൾ ആൻഡ് ബിഗ് അല്ലേ? ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. Here is picture of some big animals and also some small animals അല്ലേ? സ്റ്റക്ക് ആയിട്ടിരിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കുട്ടികളെ മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും ഒന്നും പറ്റുന്നുണ്ടായില്ല കുറേ സമയം. ഞാൻ മ്യൂട്ട് ചെയ്തു, പക്ഷെ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് പോകുന്നുമില്ല. കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ക്ലിയർ. ഓക്കെ, അപ്പോ there are some big animals and small animals. Okay. ഭവിക മോളെ ഇപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നോക്കി ഭവിക, ഓപ്ഷൻ വരുന്നില്ലേ? നോ,
ഇപ്പോഴോ? ഓക്കെ, സമജ്ന? നോ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇല്ലേ? ഓക്കെ ഓക്കെ. ഒരു സ്മോൾ ആനിമലിന്റെ പേര് പറഞ്ഞ മോളെ ഭവിക. The name of a small animal. എന്താണ്? Rat. Okay. Rat എന്ന് പറയുന്നത് സ്മോൾ ആനിമൽ ആണോ ബിഗ് ആനിമൽ ആണോ? സ്മോൾ ആനിമൽ ആണ് അല്ലേ? അപ്പോ there are small animals and big animals അല്ലേ? അപ്പോ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് പിക്ചർ വാട്ട് ഇസ് ദാറ്റ്? ഹിപ്പോപ്പൊട്ടാമസ് ആണല്ലേ അത്? That is hippopotamus and there is picture of giraffe. The both are എന്താണ്? വലുതാണോ ചെറുതാണോ? They both are big animals അല്ലേ? Giraffe and hippopotamus are the big animals. Like that, all and mouse അല്ലേ? അവിടെ രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? all ആണല്ലേ? all and mouse. all എന്ന് വെച്ചാൽ എന്താണ്? എന്താണ്? all എന്ന് വെച്ചാ മൂങ്ങയാണ് അല്ലെ? മൂങ്ങേനെ കണ്ടിട്ടുണ്ടോ? മൂങ്ങ കണ്ടിട്ടുണ്ട് അല്ലേ? കുറെ പേര് കണ്ടിട്ടുണ്ട്, കുറെ പേര് കണ്ടിട്ടില്ല അല്ലെ? അപ്പോ മൂങ്ങയും മൗസും ഉണ്ടല്ലേ? മൗസ് എന്ന് വെച്ചാൽ എന്താണ്? മൗസ് എലിയാണല്ലേ? അപ്പൊ അവിടെ ഒരു എലിയുടെ പിക്ചറും ഉണ്ട്, ഒരു മൂങ്ങയുടെ പിക്ചറും ഉണ്ട് അല്ലേ? all and mouse. They are told that they are small അല്ലേ? അവര് ഭയങ്കര സ്മോൾ ആണെന്ന് പറയുന്നല്ലേ? all എന്താണ്? ആനിമൽ ആണോ ബേർഡ് ആണോ? ബേർഡ് ആണല്ലേ? ഓക്കെ, അവിടെ ഒരു ഓളിന്റെ പിക്ചറും ഉണ്ട്, മൗസിന്റെ പിക്ചറും ഉണ്ട് അല്ലേ? They told that they are small and hippopotamus and giraffe are the big animals and all and mouse are small. അവര് വളരെ സ്മോൾ ആണല്ലേ? അപ്പോ നമ്മുടെ ചുറ്റും big things and small things are there അല്ലേ? വലിയ തിങ്സ് ഉണ്ട്, ചെറുതും ഉണ്ട് അല്ലേ? വലിയ ആനിമൽസ് ഏതൊക്കെയാന്ന് വെച്ചാ എലിഫന്റും ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും ഒക്കെ എന്താണ്? വലിയതാണല്ലേ? വലിയ ആനിമൽസ് ആണല്ലേ അത്? ആൻഡ് മൗസ് ക്യാറ്റ് ഒക്കെ എന്താണ്? ചെറുതാണല്ലേ? അപ്പോ there are small and big അല്ലേ? വലിയ ആനിമൽസും ഉണ്ട്, ചെറിയ ആനിമൽസും ഉണ്ട്, വലിയ ബേർഡ്സും ഉണ്ട്, സ്മോൾ ബേർഡ്സ് ആർ there. Peacock is a big bird അല്ലേ? പീകോക്ക് എന്താണ്? ബിഗ് ബേർഡ് ആണല്ലേ? ആനിമൽ അല്ല. പീകോക്ക് ഈസ് വെരി ബിഗ് ആൻഡ് ക്രോ ഈസ് വെരി സ്മോൾ അല്ലേ? കാക്കി എന്താണ്? വളരെ സ്മോൾ ആണ്. ഇഷാൻ, വാട്ട് ആർ യു ഡൂയിങ് there ഇഷാൻ? ഓക്കെ, അപ്പോ there are big and small അല്ലേ? The things is that the big and small. ബിഗ് ഉണ്ട്, സ്മോൾ ഉണ്ട് അല്ലേ? ബിഗ് ആയിട്ടുള്ള ഒരുപാട് തിങ്സ് ഉണ്ട്, ഓൾസോ സ്മോൾ തിങ്സ് ആർ there അല്ലേ? അപ്പോ all mouse they are small and hippopotamus and giraffe are big അല്ലേ? ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും പറയാണ് they are big and all and mouse are small അല്ലേ? നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ്, എലഫന്റ് ഇതൊക്കെ ബിഗ് ആനിമൽസ് ആണല്ലേ? ആൻഡ് all mouse, cat ഇതൊക്കെ എന്താണ്? സ്മോൾ ആനിമൽസ്. സോറി, സ്മോൾ അല്ലേ? അവര് എന്താണ്? അവരുടെ ബോഡിയില് they are very small. Okay, then some animals are small, some animals are big അല്ലേ? ചില ആനിമൽസ് സ്മോൾ ആണ്, ചില ആനിമൽസ് ബിഗ് ആണ്. ഓക്കെ ഓക്കെ, then some animals are small and some animals are big. Okay, here is a picture of a cow. Okay, I live on land. Okay, ലാൻഡില് ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട് അല്ലേ? കൗ ഒക്കെ എവിടെ ഉണ്ടാവുക? വെള്ളത്തിലാണോ ലാൻഡിലാണോ?
Some animals are small and some animals are big അല്ലേ? കുറെ വലിയ ആനിമൽസും ഉണ്ട്, കുറെ ചെറിയ ആനിമൽസും ഉണ്ട് അല്ലേ? ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും ഒക്കെ എന്താണ്? ബിഗ് ആനിമൽസ് ആണല്ലേ? They are very big അല്ലേ? Okay. Then നോക്കിയേ പിക്ചർ നോക്കിയേ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ. കൗവിന്റെ പിക്ചർ ഉണ്ടല്ലോ അവിടെ. പിക്ചർ ഓഫ് എ കൗ. ഓക്കെ. ആരുടെ വീട്ടില് കൗവുണ്ട്? ദേവപ്രിയയുടെ ഒക്കെ വീട്ടിലുണ്ടല്ലേ? ഓക്കെ. നഹലയുടെ വീട്ടിലും ഒക്കെ ഉണ്ടല്ലേ? കുറെ പേരുടെ വീട്ടില് എന്തുണ്ട്? കൗ ഉണ്ടല്ലേ? കൗ എവിടെ ഉണ്ടാവുക? വെള്ളത്തിലാണോ താമസിക്കുക? അല്ല അല്ലേ? ഓക്കെ. നമ്മുടെ വീട്ടില് എന്താണ്? കൗവിന് താമസിക്കാൻ വേണ്ടി നമ്മള് വേറെ തന്നെ വീടൊക്കെ വെച്ചു കൊടുക്കാറുണ്ടല്ലേ? ചെറിയ ഷെഡൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോ കൗ എവിടെയാ താമസിക്കുക? വെള്ളത്തിലല്ല അല്ലേ? അപ്പോ സം ആനിമൽസ് ആർ ലിവ് ഓൺ ലാൻഡ് അല്ലേ? ലാൻഡിൽ താമസിക്കുന്ന ആനിമൽസ് ഉണ്ടല്ലേ കുറെ. സം ആനിമൽസ് ആർ ലിവ് ഓൺ ലാൻഡ്. ഓക്കെ. പിന്നെയോ അവിടെ പിക്ചർ ഓഫ് എ ഈഗിൾ അല്ലെ? ഒരു ഈഗിളിന്റെ പിക്ചർ ഉണ്ട്. ഐ ഫ്ലൈ ഇൻ ദ എയർ. ഈഗിൾ പറയാണ് ഐ ഫ്ലൈ ഇൻ ദ എയർ. ഞാൻ എയറിൽ കൂടി പറക്കാറുണ്ട് അല്ലെ? ഒരു പരുന്ത്, പരുന്തിന്റെ പിക്ചർ ആണല്ലേ ഇത്. അപ്പോ എന്തൊക്കെയുണ്ട്? കൗ പറയാണ് ഐ ലിവ് ഓൺ ലാൻഡ് അല്ലെ? ഞാൻ ലാൻഡില് താമസിക്കുന്നു എന്ന് കൗ പറയുന്നു. Same time, eagle says that I fly in the air. അല്ലേ? I fly in the air. Okay. Some animals live on land. Birds fly in the air. ഇതൊക്കെ എന്താണ്? ഓരോ ഫാക്റ്റ് ആണല്ലേ? Some animals are small ആണ്. Some animals are big. ചില ആനിമൽസ് ചെറിയതാണ് അല്ലേ? ചില ആനിമൽസ് വലുതാണ്. അപ്പോ some animals are big. അപ്പൊ ഏതൊക്കെയാണ് ബിഗ് ആനിമൽസ്, ഏതൊക്കെയാണ് സ്മോൾ ആനിമൽസ് എന്നൊക്കെ നമ്മൾ അറിയണം അല്ലേ? Some animals are small, some animals are big. Okay. A cow says that I live on land. ഒരു കൗ പറയാണ് ഞാൻ ലാൻഡില് താമസിക്കുന്നു അല്ലേ? ഞാൻ ലാൻഡിലാണ് താമസിക്കുന്നത് എന്ന് ആര് പറയുന്നുണ്ട്? എ കൗ അല്ലേ? Then birds fly in the air. പക്ഷികളോ? പക്ഷികള് എയറിൽ കൂടി പറക്കുകയാണ് ചെയ്യുക അല്ലേ? പക്ഷികൾ എന്താ ചെയ്യാ? നടന്നു പോവാണ് ചെയ്യാ? No, they are flying അല്ലേ? പക്ഷികൾ എപ്പോഴും പറന്നു പോവാണ് ചെയ്യുക അല്ലേ? കൊറേ ബേർഡ്സ് ഉണ്ടല്ലേ നമ്മുടെ ചുറ്റും. അപ്പോ ഇവിടെ ഒരു ഈഗിൾ ഉണ്ടല്ലേ? ഈഗിൾ. A eagle says that she is fly in the air. അത് എയറിൽ കൂടെ പറന്ന് പറന്ന് പറന്നിട്ടാണ് പോവുക അല്ലേ? Then നോക്കുക, some animals live on trees അല്ലേ? ചിലത് മരത്തിന്റെ മുകളിൽ താമസിക്കുന്ന ആനിമൽസ് ഒക്കെ ഉണ്ടല്ലേ? Here is a picture of monkey. അവിടെ ഒരു മങ്കീന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ ആ മങ്കി പറയാണ് I live on trees അല്ലേ? ഞാൻ മരത്തിന്റെ മുകളിലാണ് താമസിക്കുക അല്ലേ? കൗ ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? കൗ മരത്തിന്റെ മുകളിലാണോ താമസിക്കുക? അല്ല അല്ലേ? കൗ live on land and monkeys live on trees. Okay. Then once again നമുക്ക് ഒന്നുകൂടെ പറയാം. There are animals അല്ലേ? Some animals are small and some animals are big അല്ലേ? ചില ആനിമൽസ് വളരെ ചെറിയതാണ്. Some animals are big അല്ലേ? ചില ആനിമൽസ് വളരെ വലുതുമാണ്. Then some animals live on land അല്ലേ? ചില ആനിമൽസ് എവിടെ താമസിക്കും? ലാൻഡിൽ താമസിക്കും. ചിലത് എന്താണ്? ബേർഡ്സ് ഒക്കെ ഫ്ലൈ ചെയ്യും അല്ലേ? ബേർഡ്സ് ഒക്കെ ഫ്ലൈ ചെയ്യാണ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് തിങ്സ് ആണല്ലേ? ചിലത് വലിയതായിരിക്കാം, ചിലത് ചെറിയതായിരിക്കാം അല്ലേ? Some animals are big and some animals are small അല്ലേ? Then some animals live on land. ചില ആനിമൽസ് ലാൻഡിലാണ് താമസിക്കുക. And some animals are there in the some animals are
in the trees അല്ലേ? ചിലത് ട്രീസിന്റെ മുകളിലാണ് താമസിക്കുക. And birds fly in the air അല്ലേ? പക്ഷികൾ പറക്കുന്നു. ചില ആനിമൽസ് ലാൻഡിൽ താമസിക്കുന്നു. ചില ആനിമൽസ് lives on trees and some are live in the water അല്ലേ? വെള്ളത്തിൽ താമസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഫിഷ്, ഡക്ക്, ഇതൊക്കെ ഇവിടെ ഉണ്ടാവുക വെള്ളത്തിലാണ് ഉണ്ടാവുക അല്ലേ? ഓക്കെ, ചിലത് വെള്ളത്തിൽ താമസിക്കും, ചിലത് മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക, ചിലത് എവിടെ ഉണ്ടാവും? ലാൻഡിൽ ഉണ്ടാവുക അല്ലേ? കുറെ ബേർഡ്സ് ഒക്കെ ഫ്ലൈ ചെയ്യാണ് ചെയ്യുക സാധാരണ അല്ലേ? ബേർഡ്സ് വെള്ളത്തിലാണോ താമസിക്കുക? അല്ല അല്ലേ? വെള്ളത്തില് പോകാറുണ്ട്, വെള്ളത്തില് നീന്തി കളിക്കുന്ന ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ? പക്ഷെ സംടൈംസ് all birds are flying the air അല്ലേ? എല്ലാ ബേർഡ്സും എന്ത് ചെയ്യും? ആകാശത്തിലൂടെ പറന്ന് 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 പോകാറുണ്ട് അല്ലേ? അപ്പോ നോക്ക, ഇവിടെ കുറെ ആനിമൽസിന്റെ പിക്ചർ ഉണ്ട് അല്ലേ? ബേർഡ്സിന്റെ പിക്ചറും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങള് which one is big and which one is small എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ തന്നിട്ടുള്ളത്. ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ് are the ബിഗ് ആനിമൽസ് അല്ലേ? എലിഫന്റ് ഇതൊക്കെ എന്താണ്? ബിഗ് ആനിമൽസ് ആണ് അല്ലേ? എലിഫന്റ് ഒക്കെ സ്മോൾ ആണോ? അല്ല അല്ലേ? ഇറ്റ്സ് വെരി ബിഗ്. Then ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ്, they says that we are big അല്ലേ? ഹിപ്പോപ്പൊട്ടാമസും ജിറാഫും എന്താ പറയുന്നേ? നമ്മള് വളരെ വലിയതാണല്ലേ? നമ്മൾ വലിയ ആൾക്കാരാണെന്നാണ്. They both are says that we are big. And then next one is owl and mouse അല്ലേ? ഓളും മൗസും കൂടെ രണ്ടുപേരും കൂടെ പറയാണ് we are small അല്ലേ? അവര് വളരെ ചെറിയ ആൾക്കാരാണ് അല്ലേ? റാറ്റ് അല്ലേ? മൗസ് ഒക്കെ വളരെ ചെറിയതാണ് അല്ലേ? Then here is a picture of a cow. അവിടെ ഒരു കൗവിന്റെ പിക്ചർ ഉണ്ട്. Cow is live on land അല്ലേ? കൗ വാട്ടറിലാണോ ലാൻഡിലാണോ താമസിക്കുക? ലാൻഡിലാണല്ലേ കൗ ഉണ്ടാവുക. വെള്ളത്തിൽ താമസിക്കുവോ? ഇല്ലല്ലോ. Cow says that I live on land. കൗ പറയാണ് ഞാൻ താമസിക്കുന്നത് ലാൻഡിലാണ്. Then eagle is a bird. Eagle is a bird says that I fly in the air. ഞാൻ ആകാശത്തിൽ കൂടെ എയറിൽ കൂടെ ഇങ്ങനെ പറന്ന് 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 പോവുകയാണ് ചെയ്യാന്ന് ഈഗിൾ പറയുന്നു. Some animals live on land and birds fly in the air. That is the fact. Okay. Some animals are small, some animals are big. ചില ആനിമൽസ് ചെറിയതാണ്, ചില ആനിമൽസ് വലിയതാണ്. ചില ആനിമൽസ് എന്തുണ്ട്? ലാൻഡിൽ താമസിക്കാറുണ്ട്, ചിലത് എന്താണ്? മരത്തിന്റെ മുകളിൽ താമസിക്കാറുണ്ട് അല്ലെ? Some animals live on trees അല്ലേ? ട്രീസിൽ താമസിക്കുന്ന ആനിമൽസ് ഉണ്ട്, ലാൻഡിൽ താമസിക്കുന്ന ആനിമൽസ് ഉണ്ട് അല്ലെ? മങ്കിയൊക്കെ മരത്തിന്റെ മുകളിലാണ് എപ്പോഴും ഉണ്ടാവുക അല്ലേ? Then പിക്ചർ നോക്ക എല്ലാരും അല്ലേ? അവിടെ ഹിപ്പോപ്പൊട്ടാമസിന്റെ പിക്ചർ ഉണ്ട്, ജിറാഫ് ഓർ മൗസ് ഇതിന്റെ ഒക്കെ പിക്ചർ അവിടെ ഉണ്ട്. Then cow, ഈഗിൾ അല്ലേ? ഈഗിൾ എന്താ പറയുന്നത്? I fly in the air. ഞാൻ എയറിലെ കൂടെ ഫ്ലൈ ചെയ്യാണ് ചെയ്യുക. നമ്മൾ എന്താ പറയാ? walk on the road അല്ലേ? നമ്മള് റോഡിലെ കൂടെ ഒക്കെ നടക്കുകയാണ് ചെയ്യല്ലേ? We can't fly അല്ലേ? നമുക്ക് പറക്കാനൊന്നും പറ്റില്ല. അപ്പോ ആനിമൽസില് മരത്തിന്റെ മുകളിലുള്ളതുണ്ട്, വലിയ ആനിമൽസ് ഉണ്ട്, ചെറിയ ആനിമൽസ് ഉണ്ട് അല്ലേ? ആനിമൽസ്, some animals are big, small അല്ലേ? Some must live on land and some live on the trees അല്ലേ? Then some birds are fly in the air, some birds are live in water അല്ലേ? വെള്ളത്തിലാണ്. ഡക്ക് ഒക്കെ ഉണ്ടാവുക എവിടെയാണ്? ഡക്ക്. വാട്ട് ഡു യു മീൻ ബൈ ഡക്ക്? ഡക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം ഡക്ക്? ആർക്കും അറിയില്ല. വാട്ട് ഈസ് ഡക്ക്? ഇഷാൻ, എന്താണ് ഇഷാൻ ഡക്ക്? താറാവ്. ഓക്കെ, താറാവാണല്ലേ ഡക്ക്. ഡക്ക് എന്ന് വെച്ചാല് താറാവാണല്ലേ? അതൊക്കെ എവിടെയാ ഉണ്ടാവുക? വെള്ളത്തിലാണല്ലേ താറാവൊക്കെ ഉണ്ടാവുക. കരയിലും ഉണ്ടാവാറുണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ താറാവിനെ വളർത്താറുണ്ട്. അത് വെള്ളത്തിലും ഉണ്ടാവും, കരയിലും ഉണ്ടാവും അല്ലേ? ഓക്കെ. Then here is a activity for you അല്ലേ? ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്.
What is that? Color jumbo. Color jumbo എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട് അല്ലേ? Is he big or small? എന്നാണ് ക്വസ്റ്റ്യൻ ആണത്. Is he big or small? Here is a picture of a jumbo. Jumbo is a elephant അല്ലേ? അവിടെ ഒരു എലിഫന്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. Elephant is a big animal or small animal? Okay, big animal ആണല്ലേ എലിഫന്റ്. അപ്പോ ഈ എലിഫന്റിന് നന്നായിട്ട് എല്ലാവരും കളർ ചെയ്യണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എലിഫന്റിന് കളർ ചെയ്യാം. ഓക്കെ, is he big or small? എന്നിട്ട് ബിഗ് ആനിമൽ എന്ന് അവിടെ എഴുതി വെക്കുക. ഇറ്റ് ഇസ് എ ബിഗ് ആനിമൽ ആൻഡ് കളർ ദിസ് എലിഫന്റ്. ഓക്കെ, എന്ത് കളറാ ചെയ്യാ? എലിഫന്റ് എന്ത് കളറാ ഉണ്ടാവുക? ബ്ലാക്ക് അല്ലേ? elephants are black color and you must color this elephant. എല്ലാവരും ഗ്രീനും റെഡും ഒന്നും കൊടുത്തു വെക്കരുത്. എലഫന്റിന്റെ കളർ എന്താണ് ഉണ്ടാവുക? ബ്ലാക്ക് ആണല്ലേ? അപ്പോ കളർ കൊടുക്കാൻ പറഞ്ഞെന്ന് കരുതി എല്ലാവരും റെഡും ബ്ലൂ ഒന്നും കൊടുക്കരുത്. എലഫന്റ് ബ്ലാക്ക് കളർ ആണ് അല്ലേ? യു മസ്റ്റ് കളർ ഇറ്റ്. ഓക്കെ, നന്നായിട്ട് നല്ല നീറ്റ് ആയിട്ട് ആരാണ് കളർ ചെയ്യാന്ന് നോക്കട്ടെ. അപ്പൊ കളർ ചെയ്തിട്ട് മിസ്സിന്റെ പേഴ്സണൽ നമ്പറിൽ മാത്രം അയച്ചു തരിക. നന്നായിട്ട് കളർ ചെയ്ത പിക്ചർ മിസ്സിന്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, UKGന്റെ ഗ്രൂപ്പിലുണ്ട്. അതില് എല്ലാവരും അയച്ചു തരുക. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് കളർ ചെയ്യുന്ന ആൾക്ക് ഒരുപാട് സ്റ്റാർ കിട്ടും. ഓക്കെ, അപ്പോ ബ്ലാക്ക് കളർ തന്നെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വരിക. ഓക്കെ, അപ്പോ ഇതിലൊന്നുമില്ല. സം ആർ ബിഗ് ആനിമൽസ്, small animals. Some animals live in water, live on land, some on the trees അല്ലേ? വെള്ളത്തിൽ താമസിക്കുന്ന എന്താണ് ചില ജീവികളുണ്ട്, കരയിൽ താമസിക്കുന്നുണ്ട്, വലിയ ആനിമൽസ് ഉണ്ട്, ചെറിയ ആനിമൽസ് ഉണ്ട് അല്ലേ? ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സ് ഒക്കെ എന്താ ചെയ്യാ? ഫ്ലൈ ചെയ്യാണ് ചെയ്യാ അല്ലേ? അപ്പോ look at these pictures. Here is a picture of a hippopotamus and a giraffe. They are very big. Some animals are small, some animals are big, some animals live on land and birds fly in the air. These all are the facts. ഇതൊക്കെ ഓരോരോ ഫാക്ട്സ് ആണ്. ഇതൊന്നും മാറിപ്പോകുന്ന കാര്യങ്ങളല്ല അല്ലെ? പശുക്കളൊക്കെ എപ്പോഴും ലാൻഡിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷികളൊക്കെ എപ്പോഴും ഫ്ലൈ ചെയ്യാണ് ചെയ്യുക അല്ലെ? അല്ലാതെ ബേർഡ്സ് ഒക്കെ നമ്മളെ പോലെ നടന്നിട്ടാണോ പോവുക? അല്ല അല്ലെ? അവര് നന്നായിട്ട് സ്കൈയിലെ കൂടി എയറിൽ കൂടി ഫ്ലൈ ചെയ്താണ് പോവുക. ദെൻ മങ്കീസ് ഒക്കെ എപ്പോഴും എവിടെ ഉണ്ടാവുക? ലീവ്സ് ഓൺ ദ ട്രീസ് അല്ലേ? അപ്പോ മങ്കീസ് ഒക്കെ എപ്പോഴും ട്രീസിലാണ് ഉണ്ടാവുക. സം ബേർഡ്സ് ആർ ലിവ് ഇൻ വാട്ടർ അല്ലേ? ഡക്ക് ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? വാട്ടറിലാണ് എപ്പോഴും ഉണ്ടാവുക അല്ലേ? ദെൻ എല്ലാവരും ഈ ജംബോനെ നന്നായിട്ട് കളർ ചെയ്ത് നീറ്റ് ആക്കിയിട്ട് മിസ്സിന് ഫോട്ടോ അയച്ചു തരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡേയ്സ് ഓഫ് ദ വീക്ക് അല്ലേ? ഡേയ്സ് ഓഫ് ദ വീക്ക് അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ വീക്ക്? വീക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആർക്കാണ് അറിയാം വീക്ക്? ഓക്കെ, ഇഷാൻ. ആഴ്ചകളാണല്ലേ? നമ്മുടെ കുറെ ആഴ്ചകൾ ഉണ്ടല്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? there are 7 days in a week അല്ലേ? ആഴ്ചയില് 7 ദിവസങ്ങളാണ് ഉള്ളത്. what is the day today? which day is today? today is Friday. Okay, and tomorrow is Saturday അല്ലേ? അപ്പോ there are 7 days in a week അല്ലേ? ഒരാഴ്ചയില് 7 ദിവസങ്ങളാണ് ഉണ്ടാവുക അല്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അവേദ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. അവേദ്യ
Okay. How many days are in a week? Avedya? 7. 7. Which are they? Monday, Ah. Monday, Tuesday, Okay. Wednesday, Thursday, Friday, Saturday. Okay. Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. These are the 7 days in a week. അപ്പൊ ആഴ്ചയില് 7 ദിവസങ്ങളാണ് ഉണ്ടാവുക. What's the day today, Avedya? ഇന്ന് ഏത് ദിവസമാണ് മോളെ? ഫ്രൈഡേ അല്ലേ? ഇന്ന് ഫ്രൈഡേ ആണല്ലേ? അപ്പോ എല്ലാവരും 7 days നന്നായിട്ട് പഠിക്കണം. അപ്പോ ഏതൊക്കെയാണ് ഡേയ്സ് ഉണ്ടാവുക, ഇന്ന് ഏതാണ് ഡേ, നാളെ ഏതാണെന്നൊക്കെ നന്നായിട്ട് പഠിക്കണം അല്ലേ? അപ്പോ there are 7 days in a week. They are Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. These are the 7 days in a week അല്ലേ? അപ്പോ ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ ഉണ്ടാവുക അല്ലെ? Here is a picture of a girl അല്ലേ? ഒരു പെൺകുട്ടി കുറെ ബലൂൺ ഒക്കെ പിടിച്ച് നിൽക്കണം അല്ലേ? എത്ര ബലൂൺ ഉണ്ടത്? How many balloons are there? 7 അല്ലേ? 7 balloons അല്ലേ? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday അല്ലേ? അപ്പോ ഇത്രയും ദിവസങ്ങളാണ് ഒരാഴ്ചയിൽ ഉണ്ടാവുക അല്ലേ? ഒരു മാസത്തില് എത്ര ആഴ്ചകൾ ഉണ്ടെന്ന് അറിയോ? ഒരു മാസം എത്ര ആഴ്ച ഉണ്ടാവും? 4 അല്ലേ? There are 4. ആരാണ് പറഞ്ഞത് അത്? ഓക്കെ. അപ്പോ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. സർക്കിൾ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഗോ ടു സ്കൂൾ അല്ലേ? അപ്പൊ ഇപ്പോഴെങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു ഡേയും സ്കൂളിൽ പോകുന്നില്ല അല്ലേ? ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. പക്ഷെ നോർമലി വിച്ച് ഡേ ആണ്, ഏതൊക്കെ ഡേ ആണ് നമ്മള് സ്കൂളിൽ പോവുക? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. 7 days അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഏതൊക്കെ ദിവസമാണ് നമ്മള് സ്കൂളിൽ പോകാറ് നോർമലി അല്ലേ? 2 days are holidays അല്ലേ? 2 days are holidays for us അല്ലേ? നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് 2 ദിവസം ലീവ് ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ ദിവസമാണ് നമ്മൾ സ്കൂളിൽ പോകാന്നുള്ളത് റൗണ്ട് ചെയ്തിട്ട് ഈ എലിഫന്റിന് കളറും കൊടുത്ത് ഈ 2 പിക്ചേഴ്സും മിസ്സിന് എന്ത് ചെയ്യണം? സെൻഡ് ചെയ്ത് തരണം. ഓക്കെ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ദീസ് ആർ ദ 7 days അല്ലേ? അപ്പൊ എങ്ങനെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അല്ലേ? മോളെ ലക്ഷ്മി അഭിലാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ. ഏതൊക്കെയാണ് മോളെ ഡേയ്സ്? ഒന്ന് പറഞ്ഞു മോളെ. Sunday, Tuesday, Wednesday, Thursday, Wednesday. അല്ല, Wednesday and Thursday. Wednesday, Thursday, Friday, Saturday. Okay. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. മോള് നന്നായിട്ട് പറഞ്ഞപ്പോ അമ്മ തെറ്റിച്ചു അല്ലേ? Okay. Then ഇനി ആരാ പറയാ? ശ്രീഷ്ണ. മോളെ ശ്രീഷ്ണ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. How many days are in a week? ഓക്കെ. ഒന്ന് പറഞ്ഞു മോളെ. Sunday,
Sunday, Friday, Okay. So there are 7 days in a week, അല്ലേ? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. These are the 7 days. അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? സൺഡേ മൺഡേ പറയാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? താഴെ സർക്കിൾ ചെയ്യണം അല്ലേ? സർക്കിൾ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഗോ ടു സ്കൂൾ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ റൗണ്ട് ചെയ്തിട്ട് അതും ഈ എലഫന്റിന് എന്ത് ചെയ്യണം? കളർ ചെയ്തതും കൂടെ മിസ്സിന്റെ വാട്സപ്പില് എല്ലാവരും അയച്ചു തരണം. ഗ്രൂപ്പിൽ മിസ്സിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോ ആ നമ്പറിൽ എല്ലാവരും അയക്കുക. ഓക്കെ, ഗ്രൂപ്പിലുള്ള ആ നമ്പർ തന്നെയാണ് മിസ്സിന്റെ വാട്സപ്പ് നമ്പർ. ഓക്കെ, ദെൻ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഇതാ കഴിയാൻ പോവാണ്. ഓൺലി 2 minutes ആർ റിമൈനിങ് ദയോ. അപ്പോ എല്ലാവരും ഇത് ചെയ്യാം. ഏതൊക്കെയാണ് നമ്മുടെ സ്കൂൾ വർക്കിംഗ് ഡേയ്സ് അല്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതില് ഏതൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത്, നമ്മൾ ഏതൊക്കെ ഡേയ്സ് ആണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഉള്ളത് റൗണ്ട് ചെയ്യുക. എലഫന്റിനെ നല്ല കളർ കൊടുത്ത് നല്ല നീറ്റ് ആയിട്ട് ബിഗ് ആനിമൽ എന്ന് എഴുതിയിട്ട് മിസ്സിന് ഫോർവേഡ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ.